ജിന്നിൻ്റെ പെണ്ണ് ഭാഗം 40. അവതരണം അപര. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ഒരു 4 മണിയോടെ ഞാനും റിച്ചുവും അവൻ്റെ വീട്ടിലേക്ക് പോകാനിറങ്ങി. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഉമ്മാനെയും ഉപ്പാനെയും കാണുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ. എൻ്റെ മനസ്സറിഞ്ഞ പോലെ രണ്ടാളും വന്ന് ചേർത്ത് പിടിച്ചു. രണ്ടാളുടെയും നിറമിഴികൾ കണ്ടപ്പോൾ അറിയാതെ എൻ്റെ കണ്ണും നിറഞ്ഞു. ഡോറ് തുറന്ന് അകത്തേക്ക് കയറ്റിയത് ആഷിക്കായിരുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും കൈവീശി കാണിച്ച് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ വീട്ടിലെത്തിയതും അപ്പച്ചി എൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റി. ഒരു പുതുമയും എനിക്കവിടെ ഫീൽ ചെയ്തില്ല. ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും എനിക്ക് പരിചിതമായിരുന്നു. കുറേ നേരം അപ്പച്ചിക്കൊപ്പം കിച്ചണിൽ ചുറ്റിപ്പറ്റി നിന്നു. റോഹു വന്നതും അവനൊപ്പം കുറേ നേരം മുറ്റത്തെ ചെടികൾക്ക് വെള്ളമൊഴിച്ചു. കുറേ ദിവസത്തെ തിരക്കിനിടയിൽ അപ്പച്ചിക്ക് അവയെ നോക്കാൻ പറ്റിയില്ല. പുഴുകുത്തിയ ഇലകൾ നീക്കം ചെയ്തു. ഗാർഡൻ സെറ്റാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അകത്തേക്ക് പോയത്. രാത്രിയിലുള്ള ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും ഉണ്ടാക്കാൻ അപ്പച്ചിയെ സഹായിച്ചിട്ടാണ് റൂമിലേക്ക് പോയത്. ഡോറ് തുറന്നതും റിച്ചുവിൻ്റെ മണം വന്നെന്നെ പൊതിഞ്ഞു. ഇന്നലെ വരെ ഇതെൻ്റെ പ്രിയപ്പെട്ടവൻ്റെ റൂമായിരുന്നു. ഇന്നു മുതൽ ഞാനും ഇതിന് അവകാശിയായിരിക്കുന്നു. ഒരു സ്കേർട്ടും ടോപ്പും എടുത്ത് ഫ്രഷ് ആവാൻ പോയി ഞാൻ ഫ്രഷായി മുടിയുടെ നനവ് തുടയ്ക്കുമ്പോഴായിരുന്നു റിച്ചുവിൻ്റെ ശബ്ദം താഴെ കേട്ടത്. അവൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങുകയാണ് എന്ന് മനസ്സിലായതും ഞാൻ വേഗം താഴേക്ക് പോവാനായി ഡോറ് തുറന്നതും അവൻ അകത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. അവൻ അകത്ത് കയറിയതും എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, എവിടേക്കാണ് ഇത്ര വെപ്രാളത്തിൽ പോകുന്നത്? താഴേക്ക്. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. നീ എന്താ തല നേരെ തുവർത്തിയില്ലേ? അവിടെ കിടന്ന ടവലെടുത്ത് നന്നായി മുടിയിലെ നനവ് ഒപ്പിയെടുത്ത് അവൻ അതിനിടയിൽ എപ്പോഴോ പിൻകഴുത്തിൽ അവൻ്റെ ചുണ്ട് പതിഞ്ഞതും അവനെ തള്ളി മാറ്റി ഞാൻ താഴേക്ക് ഓടി. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു ഞങ്ങൾ. അപ്പച്ചി വന്ന് എല്ലാവരെയും പോയി കിടക്കാൻ പറഞ്ഞതും ഓരോരുത്തരായി എഴുന്നേറ്റ് പോയി. ഞാൻ റൂമിലെത്തിയപ്പോൾ റിച്ചു ബെഡിലിരുന്ന് ലാപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു. റിച്ചുക്ക, ഇവിടെ കിടന്ന കൗച്ച് എന്ത് ചെയ്തു? എനിക്കെങ്ങനെ അറിയാം? നിനക്ക് വല്ലതും അറിയണമെങ്കിൽ ഉമ്മയോട് പോയി ചോദിക്കാം. കുറേ നേരം ആലോചിച്ച് നിന്നിട്ട് ഞാൻ ബെഡിൻ്റെ സെൻറ്ററിലുള്ള പില്ലോ പെറുക്കി അടക്കാൻ തുടങ്ങി. ലാപ്പിൽ നിന്ന് മുഖം ഉയർത്തി റിച്ചു ചോദിച്ചു, ഇതെന്താടി ചൈന വന്മതിലോ ബെഡിൽ? ഇതല്ല, ഇത് ഞാൻ ഹിന്ദി സീരിയലിൽ നിന്നും കോപ്പി അടിച്ചതാണ്. ഞാൻ നിഷ്കുവായി പറഞ്ഞു. അയ്യടി, ഒരു ഹിന്ദി സീരിയൽ കോപ്പി അടിക്കാർ വന്നിരിക്കുന്നു. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാത്ത കിടന്ന് ഉറങ്ങാൻ നോക്കടി. ലൈറ്റ് അണച്ച് ബെഡിൻ്റെ ഇരുവശങ്ങളിലും മിഴികൾ തുറന്ന് കിടക്കുമ്പോൾ രണ്ടാളും ഒരേ സ്വപ്നത്തിൽ രണ്ടിടത്തായിരുന്നു. മെഹറു, നിനക്ക് പേടിയുണ്ടോ? എന്തിന്? നീ എത്ര മറച്ചു പിടിച്ചാലും എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്നെ. നിനക്കെന്ന് കംഫേർട്ട് തോന്നുന്നോ അന്ന് മതി എനിക്കെല്ലാം. നിന്നെ ഞാൻ അറിഞ്ഞില്ലെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ നിൻ്റെ കെട്ടിയവനാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അതുകൊണ്ട് എൻ്റെ കാന്താരി കൊച്ചു കൂടുതലൊന്നും ആലോചിക്കണ്ട, കിടന്നുറങ്ങും. നെഞ്ചിലെ പിടപ്പിൻ്റെ അർത്ഥം അവൻ മനസ്സിലാക്കിയെന്നറിഞ്ഞതും വല്ലാത്തൊരിഷ്ടം തോന്നി അവനോട്. അതിൻ്റെ പ്രതിഫലനം പോലെ നടുക്കുണ്ടായിരുന്ന പില്ലോകൾ എടുത്തു മാറ്റി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നപ്പോൾ അവൻ ഞെട്ടിപ്പോയി. എന്താടി? ഒന്നുമില്ല, എങ്ങനെ കിടന്നുറങ്ങണമെന്ന് തോന്നി? എൻ്റെ കൊഞ്ചല് കേട്ടതും അവൻ ചോദിച്ചു, അപ്പോൾ വന്മതിലൊക്കെ ഇത്ര പെട്ടെന്ന് പൊളിച്ച് മാറ്റിയോ? ചൈനയുടെ അല്ലേ, വലിയ പാടൊന്നും ഇല്ലായിരുന്നു പൊളിക്കാൻ. എന്താ ഉദ്ദേശം? ഒരു ഉദ്ദേശമല്ല, എൻ്റെ മനസ്സറിയുന്ന ചെക്കൻ്റെ മുന്നിൽ ഈ മതിലിൻ്റെ ആവശ്യമില്ല എന്നെനിക്കറിയാം. തന്ന വാക്ക് മാറ്റില്ലെന്ന് ഉറപ്പുണ്ട്. നിനക്ക് തോന്നുമ്പോൾ എന്തു ആവാം, പക്ഷെ എനിക്കൊന്നും ആയിക്കൂടല്ലേ? ഇവിടുത്തെ ന്യായം. ഇത് മെഹറൂസിൻ്റെ മാത്രം ന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് പല്ലുകൾ താഴ്ത്തി. പടച്ചോനെ, കൊടുത്ത വാക്ക് നിറവേറ്റാനുള്ള കൺട്രോൾ എനിക്ക് തരണേ. എനിക്ക് ഇവളുടെ കുറുബിലൊന്നും പെട്ട് എന്നെ വാക്കിന് വിലയില്ലാത്തവനാക്കല്ലേ. രാവിലെ കണ്ണു തുറക്കുമ്പോൾ റിച്ചു അടുത്തുണ്ടായിരുന്നില്ല. ഞാൻ ഫ്രഷായി താഴെ എത്തുമ്പോൾ അവനും റോഹുവും മാമയും കൂടി പള്ളിയിലേക്ക് പോയിരുന്നു. കിച്ചണിൽ ചെന്നതും അപ്പച്ചി ചായ തന്നു. ചായ കുടിച്ച് ഞാനും അപ്പച്ചിയും നിസ്കാരം കഴിഞ്ഞിറങ്ങിയതും മാമ വന്നു. റിച്ചുവും റോഹുവും ജോഗിങ്ങിന് പോയിരുന്നു. മോളെ, നീ വേണമെങ്കിൽ കുറച്ചുകൂടി കിടന്നു, അപ്പോഴേക്ക് റിച്ചു വരും. വേണ്ടപ്പച്ചി, ഇനി ഞാൻ കിടക്കുന്നില്ല.
നീ പോയി കിടന്നേ മെഹ്റു, റിച്ച് വരുമ്പോൾ എഴുന്നേറ്റാൽ മതി. അവിടെ നീ എങ്ങനെയായിരുന്നു അതുപോലെ മതി ഇവിടെ. കൃത്രിമ ഗൗരവം നടിച്ച് അപ്പച്ചി അത് പറഞ്ഞതും എനിക്ക് ചിരി പൊട്ടി. എൻ്റെ പൊന്നപ്പച്ചി, ഇല്ലാത്ത ദേഷ്യം ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ, നിങ്ങൾക്കത് ചേരൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പച്ചിയുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചു. നിറഞ്ഞ ചിരിയോടെ അതിലേറെ സ്നേഹത്തോടെ അപ്പച്ചി എന്നെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുണ്ടമർത്തി പറഞ്ഞു, എൻ്റെ കാന്താരി പോയി ഉറങ്ങിക്കോ. ബെഡിൽ ചെന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. ഉറക്കം കണ്ണുകളെ വന്ന് മൂടി. റിച്ചു ജോഗിങ് കഴിഞ്ഞ് വരുമ്പോൾ പില്ലോ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന മെഹ്റുവിനെ കണ്ടതും അവൻ അവളോട് തോന്നിയത് വാത്സല്യമായിരുന്നു. നിറഞ്ഞ വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിലേക്ക് ചുണ്ടമർത്തിയതും ഒന്നുകൂടി അവൾ ചുരുണ്ടുകൂടി കിടന്നു. കുഞ്ഞു പിള്ളേരെ പോലെ ഉറങ്ങുന്ന അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടാണ് റിച്ചു ഫ്രഷ് ആവാൻ കയറിയത്. കുളി കഴിഞ്ഞ് തല തുവർത്തിക്കൊണ്ടിറങ്ങിയ റിച്ചു കാണുന്നത് കണ്ണ് തുറന്നു കിടക്കുന്ന മെഹ്റുവിനെയാണ്. തല തുവർത്തിക്കൊണ്ടിരുന്ന നനഞ്ഞ ടവൽ അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു അവൻ. ടവലിലെ വെള്ളത്തുള്ളികൾ അവളുടെ മുഖത്തേക്ക് വീണതും ഞാൻ കയ്യും കാലും പൊക്കി ബെഡിൽ കിടന്ന് സർക്കസ് കാണിക്കാൻ തുടങ്ങി. ഡി ചൊറിയമ്പുഴു, ബെഡിൽ കിടന്ന് പൊളഞ്ഞത് മതി, എഴുന്നേറ്റ് വാ, എനിക്ക് ഓഫീസിൽ പോകണം. റിച്ചുക്കാ, എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ചൊറിയമ്പുഴുവായിട്ടാണോ തോന്നിയത്? പിന്നല്ലാതെ, പുഴു പൊളയുന്നത് പോലെയല്ലേ നിന്റെ സർക്കസ്. എന്തായാലും കൊള്ളാം. എന്തു കൊള്ളാന്ന്? നിന്റെ പുതിയ പേര് ചൊറിയമ്പുഴു. റിച്ചുക്ക എന്ന് വിളിച്ച് കയ്യിലുണ്ടായിരുന്ന ടവൽ അവന് നേരെ എറിഞ്ഞു. അത് ക്യാച്ചുമെടുത്ത് നിന്ന് ചിരിക്കുന്ന അവനെ കണ്ടതും മെഹ്റു ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവന് നേരെ ചെന്ന് നെഞ്ചിലും പുറത്തും തല്ലാൻ തുടങ്ങി. തുടക്കം ചിരിച്ചുകൊണ്ട് നിന്നെങ്കിലും അവളുടെ ബോധമില്ലാത്ത പോലുള്ള പെരുമാറ്റത്തിൽ അവൻ്റെ അതരങ്ങൾ മറ്റെന്തിനോ വേണ്ടി കൊതിക്കുന്നത് പോലെ തോന്നി. നെഞ്ചിടിപ്പിൻ്റെ താളം നിലതെറ്റുന്നുവെന്ന് തോന്നിയതും അവൻ അവളുടെ കൈകളിൽ രണ്ടിലും പിടിച്ചു നെഞ്ചോട് ചേർത്തു. ഡി, ഇങ്ങനെ ബോധമില്ലാതെ ഓരോന്ന് ചെയ്ത് എന്നെ പ്രകോപിപ്പിച്ചാൽ ഞാൻ തന്ന വാക്കെനിക്ക് മറന്നു പോകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അവൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിലായതും അവൻ്റെ പിടി വിട്ടുവിച്ചുകൊണ്ട് ബെഡിൽ കിടന്ന ഷോൾ എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഓടി. റിച്ചുവും മെഹ്റുവും ഹാളിലെത്തുമ്പോൾ അവിടെ ഷെബാനയും അവളുടെ ഉമ്മയും ഉപ്പുപ്പായും ഉണ്ടായിരുന്നു. എല്ലാവരെയും നോക്കി ചിരിച്ചിട്ടാണ് മെഹ്റു ഇറങ്ങി വന്നത്. മാമിയൊക്കെ എപ്പോൾ വന്നു? ഷെബാനയുടെ ഉമ്മയോട് മെഹ്റു ചോദിച്ചതും അവസരം കാത്തിരുന്നത് പോലെ അവർ ചൊറിയാൻ തുടങ്ങി. ഞങ്ങൾ വന്നിട്ട് അരമണിക്കൂറിലധികമായി. എന്നിട്ട് നീ അറിഞ്ഞില്ലേ? ഇപ്പം സമയം 8 മണി കഴിഞ്ഞല്ലോ. ഇപ്പോഴാണ് ഉറക്കമുണരുന്നത്. പെട്ടെന്നത് കേട്ടപ്പോൾ മെഹ്റു വല്ലാതെയായി. അത് മാമി, ഞാൻ വീട്ടിലാണെങ്കിലും എവിടെയെങ്കിലും പോകേണ്ടെങ്കിൽ ഇപ്പോഴാണ് എഴുന്നേൽക്കാറ് പതിവ്. അത് വീട്. അതുപോലെയാണോ മറ്റൊരു വീട്ടിൽ? മാളിയേക്കൽ നിന്ന് ഇതൊന്നും ആരും പറഞ്ഞു തന്നില്ലേ? അവരുടെ സംസാരം കേട്ടതും റിച്ചുവിന് വിറഞ്ഞു കയറി വന്നു. എന്തോ ഓർത്തിട്ടെന്ന പോലെ അവൻ മിണ്ടാതെ നിന്നു. അവൻ്റെ മൗനം ഷെബാനയ്ക്ക് നൽകിയ സന്തോഷം വലുതായിരുന്നു. അതിനിത് മറ്റൊരു വീടല്ലല്ലോ മാമി, ഇതും എൻ്റെ വീടല്ലേ, പിന്നെ ഞാനെന്തിനു മാറണം? അവളുടെ മറുപടി കേട്ട് വന്ന അപ്പച്ചിക്കും റിച്ചുവിനും സന്തോഷമായി. അപ്പച്ചിയുടെ കയ്യിലിരുന്ന പാല് ഗ്ലാസ് മെഹ്റുവിന് നേരെ നീട്ടി കുടിക്കാൻ പറഞ്ഞതും വിരുന്നുകാരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എനിക്ക് വേണ്ട അപ്പച്ചി രാവിലെ പാല്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, ഇത് കുടിച്ചേ വേഗം. പാൽ ഗ്ലാസ്സിൽ ദയനീയമായി നോക്കി നിൽക്കുന്ന മെഹ്റുവിനെ കണ്ടതും റിച്ചുവിന് ചിരി പൊട്ടി. ആലിയ, ഞാൻ വന്നിട്ട് എത്ര നേരമായി? അവൻ്റെ കുളി ഇതുവരെ കഴിഞ്ഞില്ലേ? അഹമ്മദ് മാമയെ കാത്തിരിക്കുന്ന ഉപ്പുപ്പാക്ക് ദേഷ്യം വന്നു തുടങ്ങി. ഇപ്പോൾ വരും, കുളിച്ചു കഴിഞ്ഞ് ഡ്രസ്സ് മാറുകയാണ്. അപ്പോഴേക്കും ഹാളിലേക്ക് വന്ന് സലാം പറഞ്ഞുകൊണ്ട് അഹമ്മദ് മാമ ചോദിച്ചു, എന്താ ഉപ്പ പതിവില്ലാതെ രാവിലെ? എന്താ, എനിക്ക് രാവിലെ വന്നൂടെ? ഇങ്ങോട്ട് വരാൻ മുൻകൂട്ടി നിന്റെ അനുവാദം വാങ്ങണമായിരുന്നോ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, രാവിലെ കണ്ടപ്പോൾ ചോദിച്ചു പോയതാണ്. ഞങ്ങൾ വന്നത് റോഹുവിൻ്റെയും ഷിഫാനയുടെയും കല്യാണം ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്താൻ പറ്റുമോ എന്നറിയാനാണ്. ഇതെന്താ ഉപ്പ ഇത്ര തിടുക്കം? 1 മാസം കഴിഞ്ഞ് മതിയെന്നല്ലേ ആദ്യം പറഞ്ഞത്? 1 മാസം ഒരാഴ്ചയും തമ്മിൽ എന്താ വ്യത്യാസം? എന്തായാലും അവരുടെ നിക്കാഹ് കഴിഞ്ഞു, പിന്നെന്താ, അടുത്ത ഞായറാഴ്ച നടത്താം എന്നാണ് ഞങ്ങളുടെ തീരുമാനം. നീ എന്തു പറയുന്നു? ഞാൻ അന്ന് അബ്ബാസുപ്പാനോടുകൂടി ചോദിച്ചിട്ട് പറഞ്ഞ് മുഴുമിപ്പിക്കാൻ സാധിച്ചില്ല അഹമ്മദിന്. അതിനു മുന്നേ ഉപ്പാപ്പ നിറഞ്ഞ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. എന്തു പറഞ്ഞാലും അവൻ്റെ ഒരു അബ്ബാസ് കുപ്പ. നിന്റെ മൂത്ത മോൻ്റെ ജീവിതം അയാളുടെ വാക്ക് കേട്ട് തുലച്ചത് പോരെ? ഇനി ഇളയവനെ കൂടി കൊലയ്ക്ക് കൊടുക്കാൻ അവിടെ പെണ്ണില്ലല്ലോ. ഇതെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് വീട്. നിന്നെ ജനിപ്പിച്ച തന്തയ്ക്ക് അല്പെങ്കിലും വിലതാ. ഞാൻ ഉപ്പാൻ്റെ വാക്കിന് വില നൽകുന്നില്ലേ? മിക്ക കാര്യങ്ങളിലും ഉപ്പാൻ്റെ വാശിയല്ലേ നടക്കുന്നത്, ഇതിലും നടക്കട്ടെ. എന്തോ പറയാൻ വന്ന അപ്പച്ചിയെ മാമ കണ്ണുകൊണ്ട് തടഞ്ഞു. അവനോടെങ്കിലും അഭിപ്രായം ചോദിക്കേണ്ട ഈ കാര്യത്തിൽ. ഒന്നുമില്ലല്ലോ, അവൻ്റെ കല്യാണമല്ലേ. അവനോടെന്ത് ചോദിക്കാൻ റിച്ചു മോനെ? പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ വിളിക്കേ. റോഹു വന്നു ചോദിച്ചതും അവൻ സമ്മതം പറഞ്ഞു.
അറക്കാൻ കൊണ്ടുപോകുന്ന ആടിൻ്റെ മുഖത്തെ നിസ്സംഗതയായിരുന്നു അവന്. എന്ന് നടന്നാൽ എന്താ എന്ന ഭാവം. ഞാൻ അവൻ്റെ മിഴികളിലേക്ക് തന്നെ നോക്കി. എന്തേലും അറിയാൻ കഴിഞ്ഞാലോ എന്ന പ്രതീക്ഷയോടെ. പക്ഷെ നിരാശയായിരുന്നു ഫലം. അവൻ്റെ നൊമ്പരത്തിൻ്റെ കാരണം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ പതിയെ ഫോണുമായി പുറത്തേക്ക് നടന്നു അജുവിനെ വിളിക്കാൻ. കുറേ നേരത്തെ കൂട്ടിക്കിഴിക്കലിനൊടുവിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഐഷു ഇട്ടിട്ട് പോയ നൊമ്പരത്തിൽ നിന്ന് കരകയറാൻ അവൻ എടുത്തണിയാൻ പോകുന്ന വേഷമാണിതെന്ന്. ഐഷുവിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഹൃദയം നിറഞ്ഞ് സ്നേഹിച്ചതിനേക്കാൾ ദേഷ്യം. പിറ്റേന്ന് മുതൽ കല്യാണത്തിരക്കിൻ്റെ ബഹളമായിരുന്നു. റിച്ചുവിനെ നേരെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. തറവാട്ടിൽ നിന്നും എല്ലാവരും ഇങ്ങോട്ട് വന്നതോടുകൂടി ഇവിടെ പിന്നെ ആഘോഷരാവായിരുന്നു. എല്ലാ സന്തോഷങ്ങളിലും പുഞ്ചിരിയുടെ മുഖം മൂടി ധരിച്ചു നിൽക്കുന്ന റോഹുവിനെ കാണും തോറും എനിക്കും അജുവിനും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ നൊമ്പരത്തിൻ്റെ ആഴം ഞങ്ങളുടെ ദേഷ്യത്തിലേക്ക് വെറുപ്പിൻ്റെ ആഴവും കൂട്ടാൻ തുടങ്ങി. ദിവസങ്ങളുടെ ഓടിപ്പോക്കിനിടയിൽ റോഹുവിൻ്റെ മെഹന്തിയും ഹൽദിയും കഴിഞ്ഞു. രാവിലെ റെഡിയാകാൻ ഞാൻ റൂമിലെത്തിയതും റിച്ചു ഉണ്ടായിരുന്നു അവിടെ. 5-6 ദിവസങ്ങൾക്ക് ശേഷം അവനെ അടുത്ത് കണ്ടതും ഞാൻ ഓടിപ്പോയി അവൻ്റെ നെഞ്ചിൽ ചേർന്നു. നെറുകയിലേക്ക് ചുണ്ടുകൾ അമർത്തി അവൻ ചോദിച്ചു, നിന്നെ കാണാൻ കിട്ടുന്നില്ലല്ലോ വൈഫി. ഞാനല്ലല്ലോ, റിച്ചുവൊക്കെ അല്ലേ ബിസി, ഞാനിവിടെ തന്നെയുണ്ട്. അത് പിന്നെ ഇക്കമാരും മേഫിയും എല്ലാവരും ഉള്ളതല്ലേ, പിന്നെ തിരക്കും. നാളെ കഴിഞ്ഞ് നിൻ്റെ പരാതി എല്ലാം മാറ്റിത്തരാം കേട്ടോ. അല്ല മെഹറു, നിൻ്റെ പേടിയും പരിഭവവും മാറിയോ? എന്നാൽ നമുക്കുമില്ല. മോൻ വേഗം പോയി റെഡിയായി താഴേക്ക് ചെല്ല്. നീ ആദ്യം എൻ്റെ നെഞ്ചിൽ നിന്ന് മാറി, എന്നാലല്ലേ എനിക്ക് റെഡിയാകാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് നേരം കൂടി ഇങ്ങനെ നിന്നോട്ടെ റിച്ചുക്ക. എന്താടി, എന്തു പറ്റി? ആകെ ഒരു സങ്കടം പോലെ. എൻ്റെ മുഖം കൈക്കുമ്പിളിൽ എടുത്ത് ചോദിച്ചു. എനിക്ക് റോഹുവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടക്കാം. എന്തിന്? അവനെന്തു പറ്റി? ഐഷുവും റോഹുവുമായുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മിഴികളും നിറഞ്ഞിരുന്നു. ഇത്രയും സ്നേഹിച്ചിട്ടും പിന്നെ എന്തിനാടി അവർ പിരിഞ്ഞ്? അവൾ ചതിച്ചതാണ്. അവന് നല്ല സങ്കടമുണ്ട്. പക്ഷെ അവൻ പുറത്ത് കാണിക്കാത്തതാവും. പക്ഷെ മെഹറു, അവൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വലിയ അടുപ്പില്ലെങ്കിലും ആ കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എനിക്ക്. അതൊരു പാവം കുട്ടിയല്ലേ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ വിചാരം. പക്ഷേ അത് അവൾ തന്നെ തിരുത്തി തന്നു. UK സെറ്റിൽഡായ പയ്യനെ കിട്ടിയപ്പം അവൾക്ക് ബെറ്റർ അവനായി തോന്നിക്കാണും. മനുഷ്യൻ്റെ മനസ്സല്ലേ, നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാവും മനസ്സിൽ. നീ സങ്കടപ്പെടണ്ട. ഷിഫാന പാവമാണ്. അവളുടെ സ്നേഹത്തിൽ അവനെല്ലാം മറന്നോളും. എല്ലാ പ്രേമങ്ങളും വിജയത്തിലെത്തണമെന്നില്ല. അവന് വിധിച്ചത് അവളെ അല്ല. അങ്ങനെ സമാധാനിക്കും. റിച്ചുവിനെ മേഫി വിളിച്ചതും അവൻ പുറത്തേക്ക് പോയി. ഞങ്ങളെല്ലാം റെഡിയായി ഓഡിറ്റോറിയത്തിലെത്തിയതും ഷബാനയും കുറേ കുട്ടികളും കൂടി വന്ന് ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുപോയി. മഹാറാണിയലും പരസ്പരം പൂമാല ചാർത്തലും കഴിഞ്ഞപ്പോഴാണ് റോഹു ഐഷുവിനെ കണ്ടത്. ആൾക്കൂട്ടത്തിനിടയിൽ ഹാളിലിരിക്കുന്ന അവളെ അവൻ കൈകാട്ടി വിളിച്ചപ്പോഴാണ് മെഹറുവും റിച്ചുവും അജുവും അവളെ കണ്ടത്. അവരുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറിയതും ഐഷു സ്റ്റേജിലേക്ക് പതിയെ ചുവടുകൾ വയ്ക്കാൻ തുടങ്ങി.